ഹായ് ഫ്രണ്ട്സ്, എപ്പോറ്റേക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ക്രിസ്മസ് നവോത്സര ആശംസകൾ. നാം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് റാന്തൽ അഥവാ ക്രിസ്മസ് വിളക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് റൗണ്ടിലുള്ള കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ ഒരു തെർമോക്കോളിൽ ഒരു റൗണ്ട് വെട്ടിയതിന് ശേഷം നമുക്ക് ഫെവിക്കോളോ എന്തെങ്കിലും ഗം ഉപയോഗിച്ച് അതിന് ഒട്ടിച്ചേർക്കാം. തെർമോക്കോൾ വയ്ക്കുന്നത് അതിൻ്റെ ഹൈറ്റ് കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് 7-8 പീസ് വെട്ടിയെടുക്കേണ്ടി വരും. എളുപ്പത്തിലേക്ക് വേണ്ടിയാണ് ഒരു തെർമോക്കോൾ കൂടെ വെട്ടി അതിൽ യോജിപ്പിച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഭംഗിയായ രീതിയിലുള്ള റാന്തൽ നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതിനുശേഷം ഇതുപോലുള്ള ഒരു ചാർട്ട്, കട്ടിയുള്ള ഒരു ചാർട്ട്, വെള്ള ചാർട്ട് എടുത്ത് ചെറിയ വീതിക്ക് അതിനെ കട്ട് ചെയ്ത് ഗം തേച്ച് എടുക്കുക. ഇതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ എടുത്ത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പതുക്കെ ഒട്ടിച്ച് ചേർക്കാവുന്നതാണ്. ബാക്കി വരുന്നത് അതിന് ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ എടുത്തതിന് ശേഷം വേറെ ഒരു കാർഡ്ബോർഡിൽ ചെറിയ റൗണ്ട് ഉണ്ടാക്കി അതിൻ്റെ പുറത്തുകൂടെ ഇതുപോലെ പിടിപ്പിക്കുക ഗം തേച്ച്. എല്ലായിടും തേക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രോപ്പ് കൊടുത്താൽ മാത്രം മതി. കാരണം സൂപ്പർ ഗ്ലൂ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് പൊട്ടിപ്പിടിക്കും. ഇതുപോലെ അതിനുശേഷം അതിനകത്ത് കളർ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ബ്ലാക്കോ റെഡോ യെല്ലോ, ഏത് കളർ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കാം. ഇതുപോലെ അടിച്ച് അതിനെ ഫിനിഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൈഡിൽ ആ വൈറ്റ് കാർഡിൽ കൊള്ളാത്ത രീതിയിൽ വളരെ സാവധാനം ഇതുപോലെ അടിച്ച് വളരെ ഭംഗിയാകുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഈ പ്രോജക്റ്റ് വർക്കിലൊക്കെ ചെയ്യുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിനകത്ത് വച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം സ്കെയിൽ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം അതിനകത്ത് വെച്ച് അതിനെ വളരെ ഭംഗിയായ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് ഒലിച്ച് സൈഡിലൂടെ ഇറങ്ങാത്ത രീതിയിൽ ആയിരിക്കണം ഒട്ടിക്കേണ്ടത്. ഇതുപോലെ കാണുന്നത് പോലെ വളരെ ഭംഗിയായി ചെയ്തതിന് ശേഷം ഒരു ചെറിയ വൈറ്റ് ചാർട്ട് കട്ട് ചെയ്ത് അതിനകത്തുള്ള റൗണ്ടിന് കണക്കാക്കി ഒട്ടിച്ച് ഇതിനകത്തിലേക്ക് പതുക്കെ കടത്തി അതിനകത്തോട്ട് കടത്തി താഴേക്ക് വിടാം. ഇതുപോലെ കാണുന്നത് പോലെ. കാരണം അത് നല്ല ബലം കിട്ടാൻ വേണ്ടി മാത്രം. ഈ പശ വയ്ക്കുകയോ വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഇതുപോലെ വീണ്ടും ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ച് ചേർക്കുക. ഇതിപ്പോൾ ഞാൻ തലകീഴായിട്ട് വയ്ക്കുന്നത്, കാരണം ആ ഗം ഒലിച്ചു വന്നാൽ ആ ഗ്ലാസ് എല്ലാം വൃത്തിയിടാവും. അതുകൊണ്ടാണ് അങ്ങനെ തലകീഴ വെച്ച് ഒട്ടിച്ചത്. ഫസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ മുകൾ ഭാഗവും ഇതുപോലെ ഒരു റൗണ്ട് ചെയ്ത് അതിനെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിനകത്ത് പൂക്കളോ ഇത് വയ്ക്കുന്നത് പോലെ പ്ലാസ്റ്റിക് ലീഫോ എന്ത് വേണമെങ്കിലും വയ്ക്കാം. അതിനുശേഷം ക്രിസ്മസ് ഫ്ലവറിനെ അകത്ത് വയ്ക്കുക. ആദ്യം ചെയ്തതുപോലുള്ള ഒരു റൗണ്ട് തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഒരു ബൾബ് അതിൽ കടന്നു പോകുമ്പോഴത്തുള്ള ഒരു ഹോൾ തയ്യാറാക്കിയെടുക്കുക. ഇനി നമുക്കതിന് ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാവുന്നതാണ്. നാം ഇവിടെ കറുത്ത പെയിൻ്റാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതിനേക്കാൾ കുറച്ച് ചെറുതായിട്ട് ഒരെണ്ണം കൂടെ തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കിയെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ക്രിസ്മസ് ഫാദറിൻ്റെ കെട്ടിയ ചരട് ഇതിലേക്ക് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒരു ചെറുത് അതിന് പുറത്ത് ഒട്ടിക്കുക. വീണ്ടും അതിന് പുറത്ത് വേറൊരു ചെറുത് ഒട്ടിക്കുക. അതിനുശേഷം കറുത്ത പെയിൻറ്റ് നമുക്ക് ഇതുപോലെ ആ വെള്ള ചാർട്ടിൽ കൊള്ളാത്ത വിധം വളരെ സൂക്ഷിച്ച് പെയിൻറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നാം ഇവിടെ കളർ തീർന്നു കഴിഞ്ഞു. വേർ കെട്ടിവിടുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു
ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കുത്തി വയ്ക്കുക. ഇനി നമുക്ക് ബൾബാകത്തേക്ക് കടത്താം. ആ സ്റ്റിക്ക് അതുവഴി ആ ഉയർന്ന ഇടയ്ക്ക് ആ കെട്ടിൻ്റെ അകത്തൂടെ കയറ്റി ഇതിലേക്ക് തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ആ ഒരു ചാർട്ടിൽ റൗണ്ടായിട്ട് നമ്മൾ കോൺ ഷേപ്പിൽ ചെയ്ത് അതിനെ അകത്തൂടെ കടത്തി അതിലേക്ക് മെല്ലെ വലിച്ച് അതിലേക്ക് ഇതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ വയ്ക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് റാന്തൽ അഥവാ ഒരു ക്രിസ്മസ് വിളക്ക് തയ്യാറായി കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെ ഗുഡ് ബൈ.